എന്റെ പേര് ഡോര. നിങ്ങൾക്ക് കടങ്കഥകൾ ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് കടങ്കഥ വളരെ ഇഷ്ടമാണ്. കടങ്കഥകൾ എന്ന് വെച്ചാൽ എളുപ്പമായ ചോദ്യം എന്നാണ് അർത്ഥം. ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ ചോദിക്കട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഏതൊരു ജീവിയാണ് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടിക്കൊണ്ട് ഇങ്ങനെ ഒച്ച വെക്കാം? ഓ, അത് വളരെ എളുപ്പമായ ചോദ്യമാണ്. ഏത് ജീവിയാണ് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിൽ ചാടുക, പിന്നെ ഇങ്ങനെ ഒച്ച വെക്ക? അതെ, ഒരു കുരങ്ങ്, എന്നെ പോലെ. ശരിയാണ് ബുജ്ജി. ഡോറ, ഡോറ, ഇനി ഒരു കടങ്കഥ പറയൂ. ശരി ബുജ്ജി, ഞാൻ മറ്റൊരു കടങ്കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണേ. ഏതൊരു ആകാരമാണ് പുറത്ത് മഞ്ഞൾ നിറായിട്ടും അകത്ത് വെള്ള നിറായിട്ട് കാണുന്നത്? അത് ഉരുക്കുകയും ചെയ്യാം. ഇതും നല്ല കടങ്കഥയാണ്. ഏതൊരാകാരം പുറത്ത് മഞ്ഞയായും അകത്ത് വെള്ള നിറമായും കാണും, അതിനെ ഉരുക്കുകയും ചെയ്യാം. അതെ അതെ, വാഴപ്പഴം. അതെ. അത് വളരെ നല്ല കടങ്കഥയാണ് ഡോറ. എന്നെ എല്ലാവരും ബുദ്ധിശാലി എന്ന് വിളിക്കൂ. കടങ്കഥ മത്സരം. കടങ്കഥ മത്സരം. ഇന്ന് ഉയരമുള്ള മലയിൽ നടക്കുന്ന കടങ്കഥ മത്സരത്തിൽ എളുപ്പമുള്ള കടങ്കഥകൾക്ക് ആരാണ് ശരി ഉത്തരം നൽകാൻ പോകുന്നതെന്ന് നോക്കാം. എന്ത് കടങ്കഥ മത്സരമോ? ആരാണ് ആ എളുപ്പമായ കടങ്കഥയ്ക്ക് ഉത്തരം പറയുമെന്ന് നോക്കാം. എനിക്ക് കടങ്കഥ വളരെ ഇഷ്ടമാണ്. ആ എളുപ്പമായ കടങ്കഥയ്ക്ക് നമ്മൾ ഉത്തരം പറയാം. നമുക്ക് ആ ഉയരമുള്ള മലയ്ക്ക് പോകാമോ? 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 തീർച്ചയായിട്ടും ബുജ്ജി. അത് പോവാം ബുദ്ധിശാലി. വാ, ആ ഉയരമുള്ള മലയ്ക്ക് പോയി ആ എളുപ്പമായ കടങ്കഥയ്ക്ക് ഉത്തരം പറയാ. പക്ഷെ ബുജ്ജി, ആ ഉയരമുള്ള മലയ്ക്ക് എങ്ങനെ പോകേണ്ടതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അയ്യോ, അറിയില്ലല്ലോ. ശരി, ഇതൊരു കടങ്കഥ ആയിക്കോട്ടെ. സാധാരണ നമുക്ക് വഴിയറിയപ്പോ നമ്മൾ ആരോടാണ് വഴി ചോദിക്കാറ്? മാപ്പിനോട്. അതെ, മാപ്പ്. നീ പറഞ്ഞത് ശരിയാണ്. ആ ഉയരമുള്ള മലയ്ക്ക് പോകാനുള്ള വഴി മാപ്പിനെ അറിയാം. അപ്പൊ നമ്മൾ എളുപ്പമായ കടങ്കഥയ്ക്ക് ഉത്തരവും പറയാം. അതിന് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ആ ഉയരമുള്ള മലയ്ക്ക് എങ്ങനെ പോകണമെന്ന് മാപ്പിനോടൊന്ന് ചോദിച്ചു പറയുമോ? അതിന് നിങ്ങൾ മാപ്പ് എന്ന് പറയണം. മാപ്പ് എന്ന് പറയൂ, മാപ്പ് എന്ന് പറയൂ. വന്നു ഞാൻ. പാലം, കതക്, ഉയരമുള്ള മല. ആ ഉയരമുള്ള മലയ്ക്ക് എങ്ങനെ പോവാ എന്ന് നോക്കാം. പാലം, കതക്, ഉയരമുള്ള മല. അതിനാദ്യം നമ്മൾ ട്രോൾ പാലം കടന്നു പോകണം. അതിന് പിന്നെ കൊട്ടിയാൽ തുറക്കുന്ന കതകിനെ നമ്മൾ തുറന്നു പോകണം. അങ്ങനെ പോയാൽ ഉയരമുള്ള മലയ്ക്ക് പോവാം. അങ്ങനെ എളുപ്പമായ കടങ്കഥയ്ക്ക് ഉത്തരം പറയാം. നിങ്ങളുടെ സഹായത്തിന് നന്ദി. ആദ്യം നമ്മൾ ട്രോൾ പാലം എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ ആ ട്രോൾ പാലം കാണുന്നുണ്ടോ? എവിടെ? അതെ, അവിടെയുണ്ട് ട്രോൾ പാലം. കൊള്ളാം. വരും, നമുക്ക് ആ ഉയരമുള്ള മലയിലേക്ക് പോവാം. ആ എളുപ്പമായ കടങ്കഥയ്ക്ക് ഉത്തരം പറയാ. ഡോറ, ഡോറ, എന്തെങ്കിലും കടങ്കഥ പറയൂ, വേഗം വേഗം. എനിക്ക് കടങ്കഥ വളരെ ഇഷ്ടമാണ്. ശരി ബുദ്ധിശാലിയെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഏതാ ഇങ്ങനെ ഉച്ചരിക്കുന്നത്? ഈഹാ ഈഹാ. അതിന് വലിയ വാലുണ്ട്, പിന്നെ 4 കാലുകളും ഉണ്ട്. ഓ, ഇത് നല്ല കടങ്കഥയാണ്. ഏത് ജീവിയാണ് ഇങ്ങനെ ഒച്ച വെക്കുന്നറിയോ? ഈഹാ. അതിനൊരു വലിയ വാലും 4 കാലുകളും ഉണ്ട്. ഈഹാ ഈഹാ. അതെ, കഴുതയാണ്. ഈഹാ ഈഹാ. അതാ കഴുത അവിടെ ഉണ്ട്, നോക്ക്. അത് സെന്യൂർ ബുറു ആണ്. ഹലോ ഡോറ, ഹലോ ബുജി. ഞങ്ങൾ 2 പേരും ആ ഉയരമുള്ള മലയ്ക്ക് പോയി ആ എളുപ്പമായ കടങ്കഥയ്ക്ക് ഉത്തരം പറയാൻ പോകുന്നു. Can you give us a ride, Senor Burro? ഓ ഷൂർ ഡോറ. സെന്യൂർ ബുറോ നമ്മളെ വിളിച്ചോണ്ട് പോവാന്ന് പറയുന്നു ബുജ്ജി. വാ, നമുക്ക് വേഗം ആ ഉയരമുള്ള മലയിലേക്ക് പോവാം. വേഗം, ഫാസ്റ്റ് ഫാസ്റ്റ്. ഡോറ, രക്ഷിക്കൂ. ബുജ്ജി, സെന്യൂർ ബുറോയ്ക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ. നമ്മൾ എങ്ങനെ ഇതിനെ നിൽക്കാൻ പറയാ? എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. സെന്യൂർ ബുറോ നിൽക്കാൻ പറയാൻ നമ്മൾ വെയിറ്റ് എന്ന് പറയണം.